യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൽ ഉടനീളം പ്രഭാഷണത്തിലൂടെയും പാർട്ടി പ്രവർത്തനങ്ങളിലൂടെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സഹചാരിയും സഹോദരനുമായ ശ്രീ റോയി അറയ്ക്കൽ, തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ സദാ ജാഗരൂകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനും ആദരണീയനുമായ വ്യക്തിത്വം ശ്രീ കരമന പ്രസാദ് സാഹിബ് അവറുകൾ, SDTUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം.എ. ജലീൽ, പ്രവാസി ഫോറം ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാർ, ഈ വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കളെ, ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഒരാക്ഷേപകനെയും ഒരാക്ഷേപത്തെയും ഒരു തരത്തിലും വകവയ്ക്കാതെ തങ്ങളുടെ ഹൃദയത്തിൽ പരമ്പരാഗതമായി പറിച്ചു നടപ്പെട്ട വിപ്ലവത്തിന്റെ തീജ്വാലകൾ ജാജ്വല്യമായി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മനിരതരായ ഈ പാർട്ടിയുടെ ഓജസ്സും തേജസ്സും ആരോഗ്യവുമായ പാർട്ടി SDP-യുടെ പാർട്ടി പ്രവർത്തകരെ, SDTUവിൻ്റെ പാർട്ടി പ്രവർത്തകരെ, ഈ പാർട്ടിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും തക്കം കിട്ടുമ്പോഴൊക്കെ വിമർശിക്കുകയും ഗുണകാംക്ഷയോടുകൂടി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെമ്പായം പ്രദേശത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല എന്നതാണ് കാരണം. 1500-ലധികം വരുന്ന രാഷ്ട്രീയ പാർട്ടികളാൽ സമ്പൽ സമൃദ്ധമായ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യമാണ് ഇന്ത്യ. തങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് എന്തും പറയുകയും പിന്നീട് വിഴുങ്ങിക്കളയുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രഭാഷണം ഒരു മലീമസമായ ഒരു അഴുക്കുചാലാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അത് ശ്രവിക്കാൻ സന്നദ്ധമാകുന്നില്ല. എന്നിരിക്കെ എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായ ജനങ്ങളെ, സമയം നിങ്ങൾക്ക് അനുവദിക്കുമെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അന്ധതയും തിമിരവും അന്ധതയും നിങ്ങളെ ബാധിച്ചിട്ടില്ല എങ്കിൽ, സത്യസന്ധമായി സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, പറയുന്നതാര് എന്നതല്ല പ്രശ്നം, പറയുന്നത് കാര്യമാണോ എന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് സാഹചര്യവും സമയവും ഉണ്ടെങ്കിൽ, ആർക്കും സമയമില്ല, 24 മണിക്കൂർ മനുഷ്യന് മതിയാകാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവന്റെ ജീവിത ചെലവുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവനെ സദാ പണിയെടുക്കാൻ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു, മാനസികമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യം. ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ മന്ത്രിമാർക്കോ രാജ്യം ഭരിക്കുന്നവർക്കോ സമയമില്ല എന്നിരിക്കെ, നമ്മൾ രാജ്യം എത്തി നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ച് അല്പം നിങ്ങൾക്ക് ബോറടിക്കുകയില്ല എങ്കിൽ നമുക്ക് സംവദിക്കാം. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനോ ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷക്കാരുടെ അഭ്യർത്ഥന, നിങ്ങൾ ഭൂസമരം എന്ന വിഷയം കേട്ടിട്ടേ പോകാവൂ എന്നൊരു അഭ്യർത്ഥന. ബഹുമാനികളെ, കേരളം ചുട്ടുപഴുക്കുകയാണ്. കടുത്ത വേനൽ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന, പ്രായമായ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഈ അടുത്ത കാലത്തെ അറിവിലൊന്നുമില്ലാത്ത ഭീതിജനകമായ അന്തരീക്ഷത്തിന്റെ വിക്രിയകൾ, അന്തരീക്ഷത്തിന്റെ ചൂടിന്റെ പ്രതിഭാസം അതിരൂക്ഷമായി ജനങ്ങളുടെ ശരീരങ്ങളിലേക്കും ജനങ്ങളുടെ ജീവിത മേഖലയെയും താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ മർമ്മപ്രധാനമായ ഒന്ന് കുടിവെള്ളം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കുമോ എന്ന് വരെ സംശയിക്കേണ്ടുന്ന സാഹചര്യം, ഒരു യുദ്ധസമാനമായ സാഹചര്യം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കുടവും കലവുമേന്തി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു പോകുന്ന അമ്മമാർ, എന്തിനേറെ അമ്മമാരോടൊപ്പം അച്ഛന്മാരും യുവാക്കളും കുട്ടികളും ഒക്കെ വെള്ളം ശേഖരിക്കാൻ നാട് നീളെ ഓടി
ഓടി നടക്കുന്ന സാഹചര്യം. അധികാരവർഗങ്ങൾ നോക്കി നിൽക്കുന്നു, ജനപ്രതിനിധികൾ നോക്കി നിൽക്കുന്നു, എക്സിക്യൂട്ടീവ് നോക്കി നിൽക്കുന്നു, ലെജിസ്ലേറ്റീവ് നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, കാലങ്ങളായി നമ്മൾ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറി രാഷ്ട്രീയത്തെ അഴിമതിയുടെ അഴുക്കുചാലുകളിലൂടെ മലീനസ്വമാക്കാൻ സദാ ജാഗരൂകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ നോക്കി നിൽക്കുമ്പോൾ 2009 ജൂൺ മാസം 21-ാം തീയതി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ തീജ്വാലങ്ങളിൽ തെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് അധസ്ഥിത പിന്നാക്ക ജനകോടികളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിന് കടന്നുവന്ന SDP എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർ 1000-ന്റെയും 5000-ന്റെയും 10,000-ന്റെയും ടാങ്കുകളിൽ വെള്ളം നിറച്ച് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, ലിംഗം നോക്കാതെ മനുഷ്യനെ മാത്രം പരിഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുമ്പോൾ ആമുഖമായി ഞാൻ പറയട്ടെ, അധികാരവർഗമേ, നിങ്ങളെ അധികാരത്തിന്റെ അകത്തളങ്ങളെന്നും പിടിച്ചടക്കി പടിയടച്ച് പിണ്ഡം വെക്കുന്ന കാലം ഇതാ സാക്ഷാത്കാരമാകാൻ പോവുകയാണ്. ജനം അവന്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി വീർപ്പുമുട്ടുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDPI എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി നമ്മുടെ രാജ്യത്ത് ആവശ്യം? എന്തിനു വേണ്ടിയാണ് ഈ SDPI ജന്മം കൊണ്ടിട്ടുള്ളത്? എന്താണ് SDPIയുടെ രാഷ്ട്രീയ പ്രാധാന്യം? 1000-ത്തിലധികം വരുന്ന അംഗീകൃതവും അല്ലാത്തതുമായ പാർട്ടികളെ കണ്ടും കേട്ടും സഹിച്ചും മടുത്ത ഇന്ത്യൻ ജനതയുടെ മുന്നിൽ SDPI എന്ന രാഷ്ട്രീയ സംവിധാനത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അന്ധതയില്ല എങ്കിൽ ഇന്ത്യയുടെ മാറ്റത്തിന്റെ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ നമുക്ക് ചലിക്കാം, ഒരുമിച്ച് ഒറ്റ മനസ്സായി, ഒറ്റ മുദ്രാവാക്യമായി. പ്രിയരെ, ഇന്ത്യൻ രാഷ്ട്രീയം സ്വതന്ത്രലബ്ധിയുടെ അരനൂറ്റാണ്ടുകൾ പിന്നിടുന്നു നമ്മുടെ രാജ്യം. സ്വതന്ത്രലബ്ധിയുടെ അരനൂറ്റാണ്ടുകൾ പിന്നിടുന്ന നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്നത് പഞ്ചാബുകാരനായ ശ്രീ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വയോധികനായ പ്രധാനമന്ത്രി. കുറച്ചുകൂടെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയാൽ, മുൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ലോക ബാങ്കിന്റെ ജനറൽ മാനേജർ, ആ ജനറൽ മാനേജർ സാമ്പത്തിക ആസൂത്രകൻ ഒക്കെയായ, ബുദ്ധിജീവിയൊക്കെയായ, ബഹുഭാഷ പണ്ഡിതനായ ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ലോക രാഷ്ട്രങ്ങളോടൊപ്പം മത്സരിക്കാൻ പാകമായിരിക്കുന്നു. ഇന്ത്യ വികസനത്തിന്റെ വികസനത്തിന്റെ പടിയിലൂടെ പടവുകൾ ചവിട്ടി കയറി ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നു. ഇന്ത്യ ഇതാ വികസനത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ. ഇങ്ങനെ സംസാരിക്കുന്ന മറ്റൊരാളുമുണ്ട് ഇന്ത്യയിൽ. മുമ്പേ ഒരു പ്രഭാഷകൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചു. 2002 ഫെബ്രുവരി മാസം 27-ാം തീയതി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായം എഴുതി ചേർത്ത വർഗീയതയുടെ, ജാതീയതയുടെ, പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന മനുഷ്യനെ ജാതീയതയുടെ, വർഗീയതയുടെ ഭീഷണികൾ ഹൃദയാന്തരങ്ങളിൽ പാകിമുളപ്പിച്ച് അതിൽ രാഷ്ട്രീയാധികാരം പടുത്തുയർത്താൻ അഴിമതിയുടെ അഴുക്കുചാലിൽ ഏത് വൃത്തികെട്ട തന്ത്രവും പയറ്റുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിനവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹവും പറയുന്നത് വികസനത്തെ കുറിച്ചാണ്. ശ്രീ മൻമോഹൻ സിംഗ് പറയുന്നത് വികസനത്തിന്റെ വീമ്പളക്കലുകളാണ്. നമുക്ക് വസ്തുതാപരമായി പരിശോധിക്കാം. SDPI എന്ന രാഷ്ട്രീയ സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തെ 85.85% വരുന്ന ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. 85.85 വരുന്ന മുസ്ലിം, ദളിത്, ആദിവാസി, ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങൾ അഥവാ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷങ്ങൾ, ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനതതി അവർ ജീവിക്കുന്നത് എവിടെയാണ്? രാജ്യത്തിന്റെ 5,68,000 ഗ്രാമങ്ങളിലാണ് മഹാഭൂരിപക്ഷവും ജീവിക്കുന്നത്. 5,68,000 വരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അധിവസിക്കും
ജനങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ അധികാര, ഉദ്യോഗ, നിയമ, നിർമ്മാണ, നിർവഹണ സംവിധാനങ്ങളെല്ലാം ആർക്കു വേണ്ടി ശബ്ദിക്കുന്നു, ആരോടൊപ്പം നിൽക്കുന്നു? നമുക്ക് പരിശോധിക്കാം. രാജ്യത്തിന്റെ അധികാര, ഉദ്യോഗ, നിയമ, നിർമ്മാണ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ 20% വേണ്ടി ശബ്ദിക്കുന്നു, സംസാരിക്കുന്നു, നിയമനിർമ്മാണം നടത്തുന്നു, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് അടക്കം സംസാരിക്കുന്നു. ബാക്കി 85.85% പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഈ രാജ്യത്ത് സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അവർക്ക് വാഗ്ദാനങ്ങൾ മാത്രം. ഇങ്ങനെ 85.85% വരുന്ന ഈ ജനതതി രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നരകയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികസനത്തിന്റെ വീമ്പളങ്ങൾ നടത്തുന്ന 55 വർഷം ഇന്ത്യ ഭരിച്ച 1885 ജന്മം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 മഹാത്മജി രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട്, കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി ജന്മം കൊണ്ടതല്ല, കോൺഗ്രസ് ഒരു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ജന്മം കൊണ്ടതാണ്. രാജ്യത്തിന്റെ നെഞ്ചകത്തിൽ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന അധിനിവേശ ദുഷ്ടശക്തികളെ ഈ രാജ്യം മാറ്റിപ്പായിച്ച് ഇവരെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വകവെച്ചു നൽകുന്ന ഒരു സ്വതന്ത്ര സമര പോരാട്ടത്തിന് വേണ്ടി ജന്മം കൊണ്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വരാനിരിക്കുന്ന ഇന്ത്യയുടെ അധികാരത്തിന്റെ സ്വപ്നങ്ങൾ മനോമുഖരത്തിൽ ഏറ്റെടുത്ത് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള, സർദാർ വല്ലഭായി പട്ടേൽ അടക്കമുള്ള ജാതി കോമരങ്ങൾ ഈ രാജ്യത്തിന്റെ അധികാര, ഉദ്യോഗ മേഖലകളിൽ അവർ ഭരണം നടത്തുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ 1947 വന്ദേ മാതരം പാടി നടന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ഗ്രാമങ്ങൾ എന്ന് വികസനം പ്രാപിക്കുന്നോ അന്ന് മാത്രമേ ഇന്ത്യ വികസിക്കുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ ഇന്ത്യ സ്വതന്ത്രത്തിന്റെ 65 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം 320 ശതകോടീശ്വരന്മാർ, 322 ശതകോടീശ്വരന്മാർ പാർലമെന്റിൽ എംപിമാരായി കടന്നു ചെന്ന് നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ഈ രാജ്യം വികസനത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 320 എംപിമാരടങ്ങുന്ന ശതകോടീശ്വരന്മാരാകുന്ന ആളുകൾ അഥവാ ജനപ്രതിനിധികൾ കാശെറിഞ്ഞ് കാശ് പിടിക്കുന്ന എന്നാണ് മുച്ചീട്ട് കളി പോലെ കോടികൾ രാഷ്ട്രീയത്തിലൊഴുക്കി അധികാരത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി പണമൊഴുക്കി ജനപ്രതിനിധിയായി 320 ശതകോടീശ്വരന്മാർ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ സുഖസുശക്തിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച്, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കുറിച്ച് സംസാരിക്കുമെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും വിശ്വസിക്കാൻ നമ്മൾ വിഡ്ഢികളല്ല. കാരണം ഈ രാജ്യത്തിന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല, രാഷ്ട്രീയത്തിലും താല്പര്യമില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജ്യത്ത് വോട്ട് ചെയ്ത വോട്ടർമാരിൽ ആകെ എണ്ണം 40% എന്ന് പറഞ്ഞാൽ 100% വോട്ടർമാരുടെ വോട്ട് നടക്കേണ്ടുന്ന രാജ്യത്ത് 40% വോട്ട് വാങ്ങാൻ മാത്രം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, അതിൽ 320 കോടീശ്വരന്മാർ, ബാക്കിയുള്ള എംപിമാരെ ചേർത്ത് ഈ രാജ്യത്തിന്റെ 5,68,000 വരുന്ന ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, കുടിവെള്ളമില്ലാതെ, കിടക്കാൻ പാർപ്പിടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വക നേടാൻ ഡൽഹിയുടെ നഗരപ്രാന്തത്തിന്റെ ഓരങ്ങളിലും തിരുവനന്തപുരം മഹാനഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും അങ്ങ് കേരളത്തിന്റെ അടക്കമുള്ള രാജ്യത്തിന്റെ മഹാനഗരങ്ങളുടെ ഓരങ്ങളിൽ തെരുവ് പട്ടികൾക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് വക നേടാൻ മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ദരിദ്ര നാരായണന്മാർ, ദരിദ്ര കോടീശ്വരന്മാർ, അവർ കോടീശ്വരന്മാരാണ്. ആ വിഷയത്തിൽ ദരിദ്ര ജനകോടികളുള്ള ഈ രാജ്യം 65 വർഷങ്ങൾ സ്വതന്ത്രത്തിൽ പിന്നിടുമ്പോഴും വിശപ്പിന്റെ വെളിയൊച്ചകൾ ഒരു പത്രവാർത്ത പോലും അല്ലാതെ സാധാരണ വർത്തമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ. പ്രതിവർഷം 11,25,835 കുട്ടികൾ, ലോക ആരോഗ്യ സംഘടനയുടെ കണക്കാണ് കേട്ടോ, ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ടാകാം.
WWCയുടെ കണക്കാണ്. ആ ലോകാരോഗ്യ സംഘടന പറയുന്നത് 11 ലക്ഷത്തിലധികം വരുന്ന കൊച്ചുകുട്ടികൾ പോഷകാഹാരമില്ലാതെ ഈ രാജ്യത്ത് പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരരെ, രാഷ്ട്രീയത്തിന് അന്ധതയുടെ പടുപിടിയിൽ നിങ്ങൾ അന്ധപോയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിലയിരുത്തുക, നമ്മുടെ രാജ്യം വളർന്നോ തളർന്നോ? ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള സമ്പന്നരുടെയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കാൻ, പട്ടിണി മാറ്റാൻ, തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കൾക്കും രോഗാതുരായ ബന്ധുക്കൾക്കും വേണ്ടി ആതുര സേവനം ലഭിക്കുന്നതിനും ആതുര ചികിത്സ കിട്ടുന്നതിനും വേണ്ടി പൈസ സമ്പാദിക്കാൻ 7,21,800 വരുന്ന ഈ രാജ്യത്തെ അമ്മമാർ, യുവതികൾ, ഈ രാജ്യത്തെ മക്കളെ പരിപാലിക്കേണ്ടവർ, പുതിയ തലമുറയ്ക്ക് സ്വപ്നം പറഞ്ഞു കൊടുക്കേണ്ടവർ, പുതിയ തലമുറയ്ക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടവർ, പുതിയ തലമുറയ്ക്ക് വഴി കാണിക്കേണ്ടവർ, പുതിയ തലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടവർ, അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ നിരവധി അർത്ഥങ്ങളിലേക്ക് നാം കടന്നു ചെന്നാൽ ഒത്തിരി മുഖങ്ങളിൽ നമുക്ക് കാണേണ്ടുന്ന 7 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്ത് പട്ടിണി മാറ്റുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. വളർന്നോ നമ്മുടെ രാജ്യം? അതാണ് ഞങ്ങളുടെ ചോദ്യം, സത്യസന്ധമായ ചോദ്യം. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പരിശോധിക്കുക. നിങ്ങൾ കോൺഗ്രസ്സുകാരനായിക്കൊള്ളട്ടെ, CPM-കാരനായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യം വളർന്നോ? ഇനിയുമുണ്ട് പറയാൻ. ഞാൻ ഉൾപ്പെടുന്ന എന്റെ രാജ്യത്തിന്റെ മഹത്തമായ വളർച്ചകൾ ഒത്തിരിയുണ്ട് പറയാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാർപ്പിടമില്ലാതെ റോഡ് പുറമ്പോക്കിലും തോട് പുറമ്പോക്കിലും പതിനായിരങ്ങൾ അന്തിയിറങ്ങുന്ന രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. ഭൂമിയില്ലാതെ കിടക്കാൻ പാർപ്പിടമില്ലാതെ അനാഥരായ ആളുകൾ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. വളർന്നോ? ശ്രീ മൻമോഹൻജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മൻമോഹൻജി എന്ന് കേട്ടാൽ അന്തരീക്ഷത്തിന്റെ വീര്യമായ മുഷ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സഹോദര, നീ പിന്നോക്കക്കാരനാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിന്റെ രാജ്യം വളർന്നോ എന്ന് നിന്റെ പാർട്ടി കമ്മിറ്റിയിൽ ചോദിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയുടെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ്? മനുഷ്യന് ഭരണഘടനാപരമായി അടിസ്ഥാനപരമായി സൗകര്യമൊരുക്കി കൊടുക്കേണ്ടുന്ന ഭരണാധികാരികൾ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ 55 വർഷവും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ 55 വർഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒന്നാം പ്രതി. അവരാണ് ആദ്യം മറുപടി പറയേണ്ടുന്നത്. ഞങ്ങളോട് അവർക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ നിങ്ങൾ എന്താക്കി? 55 വർഷങ്ങൾ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനോട് ഞങ്ങൾ പറയാനുള്ളത്, ഇന്ത്യയുടെ ഗ്രാമങ്ങൾ നിങ്ങൾക്കറിയുമോ? കേരളത്തിൽ മാത്രം 30,000 കോളനികൾ, അതിൽ 26,000 കോളനികൾ പട്ടികജാതിയുടെയും അതിൽ 6,200 സംതിങ് കോളനികൾ പട്ടികവർഗങ്ങളുടെയും. അങ്ങനെ 30,000 കോളനികളിൽ 2 സെന്റിലും 3 സെന്റിലും കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ ജനം. കേരളത്തിലെ തീരപ്രദേശം, കേരളത്തിലെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കേരളത്തിലെ തീരപ്രദേശത്തിൽ 25 ലക്ഷം ജനങ്ങൾ 2 സെന്റിലും 3 സെന്റിലും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവന് മക്കളും അവന്റെ ചെറുമക്കളും ഒക്കെ ആയാൽ ആ ചെറുമക്കൾക്കും മക്കൾക്കും വീതം വെക്കാൻ അവന് വസ്തുവില്ല. 3 സെന്റുകാരൻ എങ്ങനെ വീതം വെക്കും? ഒരു കക്കൂസ് പണിയാൻ നിവർത്തിയില്ലാത്തവന് എങ്ങനെ അവൻ വീതം വെക്കും അവന്റെ 3 സെന്റ്? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രാജ്യത്ത് ഭൂമിയില്ലാത്തവന്റെ എണ്ണം കൂടും, ഈ രാജ്യത്ത് പാർപ്പിടമില്ലാത്തവന്റെ എണ്ണം കൂടും. ഇങ്ങനെ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ പരിശോധിച്ചാൽ അഴുക്കുചാലുകൾ, മലീമസമാക്കപ്പെട്ട വ്യവസായിക സംസ്കാരത്തിന്റെ വികസനത്തിന്റെ പിൻവിളക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് പടുത്തുയർത്തപ്പെട്ട വ്യവസായങ്ങൾ പുറത്തുവിടുന്ന മാലിന്യങ്ങൾ ശ്വസിച്ചു കഴിയുന്ന ഈ രാജ്യത്തെ ആയുധങ്ങൾ, ഈ ജനങ്ങളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ വളർന്നോ? മിസ്റ്റർ മൻമോഹൻജി, ഇന്ത്യ, നിങ്ങൾ സത്യമായി മറുപടി പറയണം. ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഇന്ത്യയിൽ ഇനി എന്താണ് വേണ്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സോഷ്യലിസ്റ്റ്
എന്ന് പറയുന്ന 65 വർഷം കൊണ്ട് ലോക രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്നു എന്ന് മൻമോഹൻജി വീമ്പിളക്കുന്ന ഇന്ത്യയിലെ 85.85% വരുന്ന രാജ്യത്തെ ന്യൂനപക്ഷമെന്ന് വിശേഷിപ്പിക്കുന്ന എന്നാൽ ഭൂരിപക്ഷമായ ജനങ്ങളോടാണ്, ആ ജനങ്ങളുടെ പ്രശ്നങ്ങളെയാണ് SDPI പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എവിടേക്ക് എത്തിച്ചു? പ്രധാനപ്പെട്ട 3 അപകടങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ എത്തിച്ചു. ഒന്നാമത്തതെന്ന മുതലാളിത്തം. ഈ രാജ്യം വിലയ്ക്ക് വാങ്ങിക്കാൻ ടാറ്റയും ബിർളയും വില ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുക്കുന്നോ നിങ്ങൾ? ഇന്ത്യ അംബാനി ചോദിക്കുന്നു. കൊടുക്കുന്നോ? ഇന്ത്യ മുകേഷ് അംബാനി ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, ടാറ്റ ചോദിക്കുന്നു, ബിർള ചോദിക്കുന്നു, അനവധി കോടീശ്വരന്മാർ, ലക്ഷ്മി മിത്തൽ അടക്കമുള്ള ഉരുക്ക് വ്യവസായികളടക്കം ചോദിക്കുന്നു. ഇന്ത്യ നല്ല കൃഷിഭൂമിയാണ്, വിലയ്ക്ക് കൊടുക്കുന്നു. എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ പണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ കയറുമ്പോൾ ടാറ്റയുടെ അവസ്ഥ എന്താ? ഇന്ന് ടാറ്റയുടെയും ബിർളയുടെയും അവസ്ഥ എന്താ? രാജ്യത്തിന്റെ സമ്പത്ത് രാജ്യത്തിന്റെ മുതലാളിമാരുടെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞാൽ, നാം ഇട്ടിരിക്കുന്ന നല്ല ഉടുപ്പ്, നല്ല ചെരുപ്പ്, നല്ല വസ്ത്രം, നമ്മുടെ മക്കൾക്ക് ഇപ്പം നൽകുന്ന നല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞാൽ 100% സാക്ഷരത നേടിയെന്ന് അവകാശപ്പെടാൻ കഴിയാവുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ തങ്ങൾക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ കയ്യൂക്കിന്റെയും ദേശബലത്തിന്റെയും പിന്നബലത്തിന്റെയും ഇടുക്കിൽ രാജ്യത്തിന്റെ ഭൂരിപക്ഷ ജനത അക്ഷരത്തിന്റെ വെളിച്ചം ലഭിക്കാതെ അന്ധകാരന്റെ വിധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പരിശോധിക്കേണ്ടുന്ന രാജ്യത്തിന്റെ സമ്പത്ത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമ്പത്ത് എവിടെ? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്ന ചികിത്സ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ. ഗോകുലം അടക്കമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. പാവപ്പെട്ടവനുണ്ടോ ചികിത്സ? പണക്കാരനുണ്ട് ചികിത്സ, ഇല്ലേ? പണക്കാരൻ എവിടെ പോകണം? മെഡിക്കൽ കോളേജിൽ പോകണം, ഇല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പോകണം. ഇങ്ങനെ ആതുര സേവന മേഖലയിൽ മുടക്കേണ്ടുന്ന കോടികൾ ആര് കൊണ്ടുപോകുന്നു? ഈ രാജ്യത്തെ മുതലാളിമാർ കൊണ്ടുപോകുന്നു. എന്റെയും നിങ്ങളുടെയും മക്കളെ ഡോക്ടറും എഞ്ചിനീയറുമാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുമോ? രാജ്യത്തിന്റെ വ്യവസ്ഥിതിയിൽ ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരൻ 50 ലക്ഷം രൂപ മുടക്കാൻ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷറർ PV രമേശിന് കഴിയുമായിരിക്കാം. പക്ഷെ എന്നെ ശ്രമിക്കുന്ന ഈ കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഹോദരങ്ങൾ, കൈനി വേഷം ധരിച്ചു നിൽക്കുന്ന സാധാരണക്കാരെ, കൃഷിപ്പണിക്കാർ, കൂലിപ്പണിക്കാർ, അവരുടെ മക്കളെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ സ്വപ്നം കാണാൻ കഴിയുമോ? സഹോദരങ്ങളെ, 50 ലക്ഷവും 75 ലക്ഷവും ഒക്കെ കൊടുത്ത് നമ്മുടെ മക്കൾ ഡോക്ടറാകാൻ പോകുന്നില്ല. നമ്മുടെ മക്കൾ എന്താകും? വിളയൽക്കാരനാകും. നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്നും ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടേയിരിക്കും. മുതലാളിമാരെന്നും മുതലാളിയായിക്കൊണ്ടിരിക്കും. ദരിദ്രൻ എന്നും ദരിദ്രനായിക്കൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമടക്കം നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. നല്ല ചെരുപ്പ് നാം ധരിച്ചിരിക്കുന്നു. നമ്മുടെ മക്കളിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ഇന്ന് വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല ടെറസ് വീടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ സമ്പാദിച്ചു? നമ്മൾ എങ്ങനെ സമ്പാദിച്ചു? പ്രവാസി ഭവനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഗൾഫ് ജീവിതത്തിന്റെ ദുരിതത്തിന്റെ ചെറിയൊരംശം ഇവിടെ വിവരിച്ചിട്ടാണ് ആശംസാ പ്രസംഗം അവസാനിപ്പിച്ചത്. അറേബ്യൻ നാടുകളിൽ കേരളത്തിലെ ചൂട് പോലും താങ്ങാൻ കഴിയാതെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാന്തരമല്ലാത്ത ഭീതിജനകമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വിദേശ നാടുകളിലേക്ക് കടന്നുപോയ നമ്മളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഉപ്പമാരും അച്ഛന്മാരും അടക്കമുള്ള ആളുകൾ, അവർ അറബി എന്ന് പറയുന്ന വിദേശി മുഖത്ത് തുപ്പുമ്പോഴും അവരുടെ സ്വപ്നം തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം എന്ന സ്വപ്നം. അറബി ആട്ടും തൂപ്പും ഉന്നയിക്കുമ്പോഴും ആട്ടും തൂപ്പും ചെയ്ത് അവനെ അകറ്റുമ്പോഴും അവന്റെ സ്വപ്നം തന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം എന്നത്. അറബിയുടെ അടിയേറ്റ് ഉളയുമ്പോഴും അവന്റെ സ്വപ്നം നല്ല വസ്ത്രം, എന്റെ മക്കൾ നല്ല വസ്ത്രം ധരിക്കണമെന്നത്. ഞാൻ ചോദിക്കട്ടെ, 65 വർഷം പിന്നിട്ട ഈ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ നമുക്ക് തന്നതാണോ ഈ വസ്ത്രം? ഇവർ നമുക്ക് തന്നതാണോ നല്ല ചെരുപ്പുകൾ? ഇവർ നമുക്ക് തന്നതാണോ നമുക്ക് ഭക്ഷണം? ഇവർ തന്നതാണോ നമുക്ക് നല്ല വിദ്യാഭ്യാസം? നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം
എന്താണ് നമുക്ക് കിട്ടി? എന്ത് കിട്ടി? ഗ്രാമസഭയിൽ 3 മാസങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരാഘോഷ പരിപാടി ഉണ്ടല്ലോ, ഗ്രാമസഭ. ആ ഗ്രാമസഭയിൽ രാവിലെ ആരോഗ്യം കിട്ടുന്ന നല്ല ഒരു കുറ്റി പുട്ടും കഴിയുമെങ്കിൽ 2 മുട്ടയും കൂട്ടി തട്ടിയിട്ട് മസിലും പിടിച്ച് ഗ്രാമസഭയിൽ ചെന്ന് ഗുസ്തി പിടിച്ചാൽ നമുക്ക് കിട്ടും കിയോ കിയോ വിളിക്കാൻ ആരോഗ്യമില്ലാത്ത 2 കോഴികൾ, അല്ലേ? ഇല്ലെങ്കിലോ 25,000 രൂപ മുടക്കിയാൽ പണി തീരാത്ത കക്കൂസിന് 2,500 രൂപ. എന്നിട്ട് ചോദിക്കുന്ന എന്റെ പാർട്ടി തന്നില്ലേടോ, ഇല്ലേ? എന്റെ പാർട്ടി തന്നില്ലേ? വോട്ട് ചെയ്യണോ? വില പറയുന്നു നമ്മുടെ വോട്ടിന്, ഇല്ലേ? എന്നിട്ടോ എന്റെയും നിങ്ങളുടെയും മിച്ചച്ചടിയിൽ നിന്നും കൈയിട്ട് വരുന്ന നികുതി പണങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ മുതലാളി വർഗം തഴച്ചു വളരുന്നു. അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റേണ്ടുന്ന സമ്പത്ത്, ഈ രാജ്യത്ത് നല്ല റോഡ് പണിയേണ്ടുന്ന സമ്പത്ത്, ഈ രാജ്യത്ത് നല്ല വൈദ്യുതി. ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നുണ്ട്. വൈദ്യുതിയെ കുറിച്ച്, കേരളത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച്, അല്ലേ? മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന 5ാം ക്ലാസ്സുകാരൻ കണ്ടുപിടിച്ച സാധനം ഈ വൈദ്യുതി, അല്ലേ? ഈ വൈദ്യുതിയെ അഭിനവ ശാസ്ത്രജ്ഞൻ, അല്ലേ, എന്ന് വിശേഷിപ്പിക്കാം മഹാരഥനെ. അഭിനവ ശാസ്ത്രജ്ഞൻ ആര്യാടൻ തമ്പുരാൻ കാണിച്ചു വെച്ചിരിക്കുന്ന കോലം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സമയം കിട്ടുമെങ്കിൽ, നിങ്ങൾ നിൽക്കുമെങ്കിൽ, കറണ്ട് പോയില്ലെങ്കിൽ. അങ്ങനെ ഉണ്ടാവല്ലോ. കറണ്ട് കൂടി പോയില്ലെങ്കിൽ ഞാൻ വിശദീകരിക്കാം. പോവില്ല, അല്ലേ? ആര്യാടന് പോലും ഉറപ്പില്ല. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഒരു വിഭാഗം ജനങ്ങളുടെ അഥവാ ഈ രാജ്യത്തെ 20% വരുന്ന സവർണ സമ്പന്ന വിഭാഗത്തിന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ 85.85% വരും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളില്ലാതെ വന്നു, ജനപ്രതിനിധികളില്ലാതെ വന്നു, അധികാര കേന്ദ്രങ്ങളില്ലാതെ വന്നു, എക്സിക്യൂട്ടീവുകളില്ലാതെ വന്നു. അവർ തെരുവിൽ നരകയാതന അനുഭവിക്കുന്നു. അവരോടാണ് SDPI സംസാരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് വരുത്തിവെച്ച ഒന്നാമത്തെ ദുരന്തം. രണ്ടാമത്തെ ദുരന്തം എന്താ? രണ്ടാമത്തെ ദുരന്തം നമ്മളുടെ ജീവിതം. ഈ രാജ്യത്തെ മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന ഒരു സുന്ദരമായ കാലഘട്ടം. ഭീരഭഗത് സിംഗും വിപ്ലവകാരിയായ ആലിം മുസ്ലിയാരും ടിപ്പു സുൽത്താനും വാര്യക്കുന്നിനടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളായ മഹാത്മാ അയ്യങ്കാളിയും BR അംബേദ്കറും ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ പരസ്പരം പടുത്തുയർത്തിയ നാനാർത്ഥത്തിൽ ഏകത്വം വന്ന നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതി. രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ വിതച്ച വിത്ത് അത് വിളവെടുത്തത് വർഗീയ ശക്തികളാണ്, അല്ലേ? നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിൽ രക്തസാക്ഷിത്വം കൊണ്ട് അമരത്വം വരിച്ച ധീരദേശാഭിമാനികൾ, അവർ കണ്ട സ്വപ്നം, അവർ ആഗ്രഹിച്ച ഇന്ത്യയാണോ പ്രിയരെ ഇന്നത്തെ ഇന്ത്യ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവർ ആഗ്രഹിച്ച ഇന്ത്യയാണോ? വാര്യംകുന്നൻ ആലിം മുസ്ലിം ടിപ്പു സുൽത്താൻ ജാലിയൻവാലാബാഗിന്റെ രക്തഭൂമി എന്ന് വേണ്ട വാദപ്രാതികളടക്കം ഈ രാജ്യത്തിന്റെ ജനത ശ്വാസം മുട്ടി മരിച്ചപ്പോൾ 1498 ഈ രാജ്യത്ത് കടന്നുവന്ന് കച്ചവട താല്പര്യമായി കടന്നുവന്ന സാമ്രാജ്യത്വ ശക്തികളെ 1517 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് ഈ രാജ്യത്ത് കച്ചവടം ആരംഭിച്ച വിദേശ സാമ്രാജ്യത്വ ശക്തികൾ 1757 പശ്ചിമ ബംഗാളിലെ പ്രാന്തയിൽ നിന്നും ഈ രാജ്യത്തിന്റെ ഒരു ഭൂപ്രദേശം പിടിച്ചടക്കി ഒരു പ്രാദേശിക ഭരണാധികാരിയെ ആട്ടിപ്പായിച്ച് ക്രമേണ ഈ രാജ്യത്തെ പിടിമുറുക്കി 200 വർഷം ഈ ഇന്ത്യയെ നരക തുല്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയ സൂര്യനുദിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വത്തിനെതിരെ 1787 അടക്കം നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടം വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ നമ്മുടെ പൂർവികരായ ഒത്തിരി ആളുകൾ ജീവൻ നൽകി രക്തം നൽകി പടുത്തുയർത്തിയ ഈ രാജ്യം ഇങ്ങനെയാകാനാണോ നാം ആഗ്രഹിച്ചത്? ഇന്ന് മുസൽമാന്റെ മനസ്സിൽ വർഗീയതയുടെ കടലുകൾ, ഇന്ന് ഹിന്ദുവിന്റെ മനസ്സിൽ വർഗീയതയുടെ കടലുകൾ. എല്ലാ ആളുകളും ഇല്ല കേട്ടോ, അതിനെ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ. എല്ലാ ഹിന്ദുക്കളും വർഗീയവാദികളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല, എല്ലാ മുസ്ലിമീങ്ങളും വർഗീയവാദികളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അതിന്റെ കടലുകൾ വായുവിടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഈ രാജ്യത്തിന്റെ പൈതൃകത്തിൽ പിടിച്ച്
രാജ്യത്തിന്റെ അധികാരത്തിലെത്താൻ 1982 ശ്യാമപ്രസാദ് മുഖർജി എന്ന രാഷ്ട്രീയ വിത്ത് ആ വിത്തിന് വളർന്ന് പന്തലിച്ചതെങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെ വളർന്നത് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ 16,836 ക്രൈമിലുള്ള കണക്ക് പ്രകാരം കലാപങ്ങൾ, ഏകപക്ഷീയമായ കൂട്ടക്കൊലകൾ ഭീവണ്ടിയിലൂടെ, മീററ്റിലൂടെ, ജംഷഡ്പൂരിലൂടെ, ഖരഗ്പൂരിലൂടെ, ജബൽപൂരിലൂടെ രാജ്യത്തെ ജനതയുടെ ന്യൂനപക്ഷങ്ങളുടെ കഥകളുടെ മുകളിൽ വർഗീയ ഫാഷിസം ചുടല നൃത്തത്തെ കിട്ടിയപ്പോൾ തകർന്നു വീണത് ഈ രാജ്യത്തിന്റെ പൈതൃകമാണ്, തകർന്നു വീണത് ഈ രാജ്യത്തിന്റെ സൗഹൃദമാണ്. ബാബരി മസ്ജിദ് അല്ല തകർന്നു വീണത്, പക്ഷേ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പൈതൃകമാണ് തകർന്നു വീണത്. അങ്ങനെ വർഗീയതയെ ഈ രാജ്യത്ത് വളരാൻ കെട്ടഴിച്ചു വിട്ടതിൽ ഒന്നാം പ്രതി ബാബരി മസ്ജിദ് അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വിശദീകരിച്ചു പോകേണ്ടതുണ്ട്. ഓരോ വിഷയവും മണിക്കൂറുകൾ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം, മണിക്കൂറുകൾ. ഇത് ഓരോ വിഷയം മണിക്കൂർ പറയാനുള്ളതാണ്, പക്ഷേ ഞാൻ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ സമയക്കുറവും ഞങ്ങളുടെ സമയക്കുറവും. ഇനി ഒത്തിരി വേദികളിലൂടെ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. മൂന്നാമത്തെ വിഷയം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേന്ദ്രീകരിക്കുന്നത്? നാം ആഗ്രഹിച്ചത് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നിന്ന് മാറ്റിപ്പായികൾ അവർ കടന്നു പോകണമെന്നാണ്. പക്ഷേ ആ ബ്രിട്ടീഷുകാർ, സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്കൻ സാമ്രാജ്യത്വം ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഇന്നും സുഖസുഷുപ്തിയിൽ വിവിധ കരാറുകളിലൂടെ ഈ രാജ്യത്തെ പിടിമുറുത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ലേ? ആണവ കരാറിലൂടെ, വിവിധങ്ങളായ കരാറുകളിലൂടെ, ആയുധ കച്ചവടങ്ങളിലൂടെ, ആദർശ കുഞ്ഞിരാമൻ ആന്റണിയുടെ അരമനയിൽ വരെ ഇല്ലേ സാമ്രാജ്യത്വം കടന്നുകയറി. സാമ്രാജ്യത്വം എന്ത് ചെയ്യുന്നു? ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ എങ്ങനെ സംസാരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ രാജ്യത്തെ എംപിമാർ, MLA-മാർ എങ്ങനെ സംസാരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം എങ്ങനെ വേണമെന്ന് ഇസ്രയേലും മൊസാദും തീരുമാനിക്കുന്നു. ഈ രാജ്യത്തിന്റെ ആയുധങ്ങൾ, ആയുധപ്പുരകൾ എങ്ങനെയാണ് എന്ന് സാമ്രാജ്യത്വം തീരുമാനിക്കുന്നു. 27,000 കോടി ഡോളർ എന്തിനു കൊടുത്തു? നാം ഉപയോഗശൂന്യമായ ആണവ സാമഗ്രികൾക്ക് കൊടുത്തു. 27,000 കോടി ഡോളർ. ഇല്ലേ? രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ 25% നാം മാറ്റിവെക്കുന്ന എന്തിനാ? ആയുധം വാങ്ങിക്കാനാണ്. ഇങ്ങനെ ആയുധ കച്ചവടത്തിലൂടെ സാമ്രാജ്യത്വം വിവിധ കരാറുകളിലൂടെ ഈ രാജ്യത്ത് പിടിമുറുക്കുമ്പോൾ ആരാണ് ഉത്തരവാദികൾ? 947 മുമ്പുള്ള ചരിത്ര പുരുഷന്മാർ. അവർ ഖബർസ്ഥാനുകളിൽ നിന്നും ഒന്ന് പുനർജനിച്ചാൽ ഞാൻ പറയുന്നു മൻമോഹൻ സിംഗ് അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തമ്പുരാക്കന്മാരെ അവർ ആദ്യം പ്രശാപനം ചെയ്യും. കാരണം എന്താണെന്നറിയുമോ? അവർ ആഗ്രഹിച്ച ഇന്ത്യ ഈ ഇന്ത്യയല്ല. സാമ്രാജ്യത്തിന്റെ ബൂട്ടുകൾ എന്താണ് ചതച്ചരയ്ക്കാത്ത ഇന്ത്യയാണ് അവർ ആഗ്രഹിച്ച ഇന്ത്യ. ഇവിടെ മുസൽമാൻ സ്വൈര്യമായി നടക്കണം, ഇവിടെ ക്രൈസ്തവന് സ്വൈര്യമായി നടക്കണം. ഒരേ വേദിയിൽ ജലീൽ എന്ന ഞാനും റോയ് അറയ്ക്കൽ എന്ന എന്റെ പ്രിയ സഹോദരനും ഒരുമിച്ച് കഴിയണം. അതാണ് ഈ രാജ്യത്തിന്റെ പൈതൃകം, അതാണ് ഈ രാജ്യത്ത് വേണ്ടിയിരുന്നത്. പക്ഷേ അതിന് വളം വെച്ചു കൊടുത്തു ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബാബരി മസ്ജിദിന്റെ പതനമടക്കം, നരസിംഹറാവുവിന്റെ നിസ്സംഗതയടക്കം വിശദീകരിച്ചു പോകാൻ വിഷയങ്ങൾ ഏറ്റമുണ്ട്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാൻ പറയുന്നു, നമ്മൾ പറയുമല്ലോ 125 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ പ്രായമായ ആളുകൾ എന്നോട് ക്ഷമിക്കാൻ അപേക്ഷ. ചില പ്രായമായ ആളുകളോട് നമ്മൾ ചോദിക്കും, 80 വയസ്സൊക്കെ ആയില്ലേ, അത്യാവശ്യം വിലസിയില്ലേ, ചിക്കനൊക്കെ ഒത്തിരി തിന്നില്ലേ, മട്ടനൊക്കെ ഒത്തിരി തിന്നില്ലേ, കൊച്ചു വർത്താനമൊക്കെ 5-6 പറഞ്ഞില്ലേ, 80 ആയില്ലേ, മരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കൂലേ നമ്മൾ? എന്നതുപോലെ ഇന്ത്യയുടെ ശാപമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾക്ക് തുറന്നു വെച്ചൂടെ ഈ ഇന്ത്യയിൽ നിന്നും? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഇന്ത്യയെ രക്ഷിക്കാനെങ്കിലും അല്ലേ? പണ്ട് പറയുന്നു, ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഇന്ന് ആരെ വിളിക്കും? അല്ലേ? ഇന്ന് ആരെ വിളിക്കും? സോണിയെ വിളിക്കൂ. സോണി എങ്ങനെ വിളിക്കും? ഇറ്റലിക്കാരിയല്ലേ? എങ്ങനെ വിളിക്കും? ഇന്ത്യക്കാർക്ക് വിളിക്കാൻ ഒരാളില്ലാത്ത ദയനീയ അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ അഴിമതിയുടെ അഴുക്കുചാലുകളിലേക്ക് വലിച്ചെറിയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോടികളുടെ അഴിമതി മറ്റൊരു കഥ ഇല്ലേ? ഈ അഴിമതി കഥ എവിടെ ആരംഭിക്കുന്നു? ഇന്ത്യയുടെ 1ാം പാർലമെന്റിൽ ആരംഭിക്കുന്നു. പ്രിയരെ, നിങ്ങൾക്കറിയുമോ
ഇന്ത്യയുടെ ഒന്നാം പാർലമെന്റിൽ ഭരണസാരഥ്യം വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്നത്തെ പ്രതിപക്ഷം ആരാന്നറിയോ? 3 സംസ്ഥാനത്തിൽ നിന്നും ഇന്നും മുൻപോട്ട് പോകാൻ മുട്ടിലെഴയുന്ന ഇടതുപക്ഷം അഥവാ CPM. ഒന്നാം പാർലമെന്റിന്റെ ആദ്യ പ്രതിപക്ഷം സഖാവ് AK ഗോപാലൻ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷം ആരാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്താണ് ശരി, യാഥാർത്ഥ്യം അതായിരിക്കെ ഇന്ത്യയുടെ ഒന്നാം പാർലമെന്റിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്ത്യ ഭരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ജവഹർലാൽ നെഹ്റുജി, എനിക്ക് ഇന്ത്യയുടെ പരമോന്നത സഭയായ പാർലമെന്റിൽ നിന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നെഹ്റുജി ചോദിച്ചു, എന്താണ് കാര്യം? ഞാൻ വരുന്നത് മുംബൈയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ മുംബൈ ലോക്സഭയിൽ നിന്നാണ്. ഒന്നാം പാർലമെന്റിൽ ആലോചിക്കണം. പ്രായമുള്ള ആളുകൾ തന്നെ ശ്രമിക്കുന്നുണ്ട്, അവർക്കറിയാം ചരിത്രം. ഒന്നാം പാർലമെന്റിൽ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു, ഈ ഒന്നാം പാർലമെന്റിൽ പൊതുഭരണ മേഖലയിൽ 1,63,00,000 രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. അപ്പൊ എവിടെ തുടങ്ങി അഴിമതി? ഒന്നാം പാർലമെന്റ് മുതൽ തുടങ്ങി ഈ കള്ളന്മാരുടെ കൊള്ള അല്ലേ? പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, പണ്ടൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ, പണ്ട് ഇപ്പോഴും പറയുന്ന അങ്ങനെ. പണ്ടൊക്കെ നമ്മൾ വെള്ളക്കാരെ ഒഴിച്ചു, ഇപ്പൊ നമ്മൾ കൊള്ളക്കാരെ കൊണ്ടുവന്നു എന്നതുപോലെ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പണ്ട് അവർ വെള്ളക്കാരായിരുന്നു, ഇന്ന് കൊള്ളക്കാരാണ് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നവർ. ഈ കൊള്ളക്കാർ ഒന്നാം പാർലമെന്റ് മുതൽ അഴിമതിയുടെ അഴിമതിശാലികളിലൂടെ നീന്തി കളിച്ചു ഇല്ലേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അഴിമതി നടന്നിരിക്കുന്നു, അന്വേഷിക്കണം. അവസാനം രാത്രി എന്ത് ചെയ്തു? അന്നാ തുടങ്ങിയത് കോൺഗ്രസ് അത്താഴവിരുന്ന്. ഈ ഗുണ്ടൻസ് അന്നാ തുടങ്ങിയത്. രാത്രി അത്താഴവിരുന്ന് വിളിച്ചു, പലരുമായിട്ട് ആലോചിച്ചു, ചർച്ച ചെയ്തു. അങ്ങനെ എന്താണ് ആ അഴിമതി ആരോപണം നിഷേധിച്ചു. പക്ഷേ ആ ചെറുപ്പക്കാരൻ തെളിവ് സഹിതം അഴിമതി അഴിമതി ബോധ്യപ്പെടുത്തി. പാർലമെന്റിനകത്തിൽ തെളിവ് സഹിതം പറഞ്ഞു, 1,63,00,000 രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. സ്വന്തം പാർട്ടിക്കെതിരെ, സ്വന്തം ഭരണകൂടത്തിനെതിരെ അഴിമതി നടന്നാൽ അത് വിളിച്ചു പറയാൻ നട്ടലുള്ള കോൺഗ്രസിനുണ്ടായിരുന്നോ? പക്ഷേ ഇന്നുണ്ടോ വിളിച്ചു പറയാൻ? പോരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ വിളി. ഇന്നുണ്ടോ ഒരു കോൺഗ്രസ്സുകാർ നട്ടൽ നിവർത്തി നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്ക് അഴിമതി നടന്നാൽ വിളിച്ചു പറയാൻ? അന്ന് വിളിച്ചു പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് ജവഹർലാൽ നെഹ്റു വിളിച്ചു വരുന്ന ചേംബറിൽ എന്നിട്ട് പറഞ്ഞു, എഴുതൂ രാജി. എന്നിട്ട് പറഞ്ഞു, ഈ പേപ്പറിലും കൂടി ഒപ്പിടൂ. രാജി നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ചു. ആ ലോക്സഭാംഗത്തിന്റെ അവസാനം ഒരു പേപ്പറിൽ കൂടി ജവഹർലാൽ നെഹ്റു ഒപ്പിടിച്ചു. ഏതായിരുന്നു ആ പേപ്പർ എന്നറിയുമോ? തന്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണ് നാളെ മുതൽ താങ്കൾ എന്ന പേപ്പറും ജവഹർലാൽ നെഹ്റു എഴുതി വാങ്ങിച്ചു. അഥവാ ഫിറോസ് ഗാന്ധിയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഫിറോസ് ഗാന്ധി പിന്നെ കോൺഗ്രസിലുണ്ടായില്ല. അങ്ങനെ 987 തുടങ്ങിയ അഴിമതി അവസാനം എവിടെ എത്തി നിൽക്കുന്നു? ടെലികോം അഴിമതിയിലൂടെ, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയിലൂടെ, പിന്നെയോ 2G സ്പെക്ട്രം അഴിമതിയിലൂടെ, ഇങ്ങനെ അവസാനം ആദർശ കുഞ്ഞിരാമൻ ആന്റണിയുടെ അരമനയിൽ വരെ എത്തി നിൽക്കുന്നു. ഹെലികോപ്റ്റർ കച്ചവടം നടത്തുന്ന അഴിമതി കഥകൾ അടക്കം, ഓഫേഴ്സ് അടക്കം വന്നു നിൽക്കുന്നു. അഴിമതിയുടെ നാറുന്ന 100 കഥകൾ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ അഴിമതിയുടെ ഈറ്റില്ലവും പോറ്റില്ലവും ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലേ? ആന്റണി ആദർശധീരനാണ്, പുള്ളിക്കാരൻ കള്ളനല്ല. പക്ഷേ കള്ളന് കല്ലിയ ആന്റണി കണ്ടില്ലേ? അധികാരത്തിൽ നിന്നുകൊണ്ട് എത്ര കോടി അഴിമതി ഉറപ്പില്ലാതെ വിളിച്ചു പറയുക, എന്റെ വകുപ്പിൽ അഴിമതി നടന്നത്രേ. നാണമില്ലേ മിസ്റ്റർ ആദർശ കുഞ്ഞിരാമൻ? രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്നെ കേരളത്തിലേക്ക് വരാൻ നമുക്ക് കേരളത്തിലോട്ട് വന്ന ബഹുപൂരം, തൃശൂർ പൂരം പോലും തോറ്റുപോകും. കേരളത്തിന്റെ 73 MLA-മാരെ കൊണ്ട് നടത്തുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു അഭ്യാസം. ആ പാവപ്പെട്ടവനെ TV കണ്ടാൽ കുളിക്കാൻ നേരമില്ല, തല ചീകാൻ നേരമില്ല, നല്ല ഉടുപ്പിടാൻ നേരമില്ല. ചർച്ചയോട് ചർച്ച, രാത്രിയും ചർച്ച, രാവിലെയും ചർച്ച. ഒരു സൈഡിൽ പിള്ളയുടെ പ്രശ്നം, മറ്റൊരു സൈഡിൽ പുള്ളയുടെ പ്രശ്നം അല്ലേ? പിള്ളയും പുള്ളയും തമ്മിൽ ഒരു സൈഡിൽ പ്രശ്നം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളയും കെട്ടിയതും തമ്മിൽ പ്രശ്നം.
എന്തൊക്കെയാണ് ആ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്? 10-65 വയസ്സായില്ലേ അല്ലേ? PC ജോർജ് എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയൂല. ഉറക്കത്തിലും ചീത്തവിളി, ഉണർച്ചയിലും ചീത്തവിളി. ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA-മാർക്കെതിരെ തെണ്ടികൾ എങ്ങനെയൊക്കെ പറഞ്ഞ ജോലികളോ ഒന്ന് കവലച്ചട്ടമ്പികൾ ചോദിക്കുന്നവര് ചോദിക്കുകയാണ് ഒരു ജനപ്രതിനിധി. ഇവരൊക്കെ പോയിരുന്നിട്ട് വേണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇല്ലേ? കഴിഞ്ഞ ബജറ്റ് വന്നു. ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നത്തെ സംബന്ധിച്ച് പരിഹാരമുണ്ടോ? വിലക്കയറ്റം എന്ന ഭീതിജനകമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടോ? കേരളത്തിലെന്താ എങ്ങനെ ഭരിക്കാൻ ഇവർക്ക് സമയമില്ലല്ലോ. തമ്മിലടിയും ചീത്തവിളിയും തമ്മിൽ പോലും ദുരിതങ്ങൾ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളമില്ലാതെ തെരുവിൽ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മമാർ, ഉമ്മമാർ, കുഞ്ഞുപെങ്ങന്മാർ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തെരുവിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി തമ്പുരാൻ പറയുക, ഞാൻ വരുന്നുണ്ട് ഉടനെ ജില്ലയിലേക്ക് സന്ദർശനം നടത്താൻ പോലും. എന്തിനാ? ചത്തൊന്ന് നോക്കാനോ? ജനങ്ങൾ ചത്തൊന്ന് നോക്കാനോ ഈ മഹാനിപ്പോ വരാൻ പോണത്? ജില്ലയില് വരൾച്ച കാണാൻ വരുന്നത്രേ. വലിയ ബുദ്ധിമാനായ മനുഷ്യനാ. കാരണം ഇദ്ദേഹം ഇനി വന്നു ചേരുമ്പം മഹാബലി വരുന്നത് പോലെ ഇദ്ദേഹം ഇനി വന്നു ചേരുമ്പോ ജൂൺ മാസം വരും. അപ്പൊ നല്ല മഴയാവും, സുഖം, ക്ഷേമം, സന്തോഷം അല്ലേ? കേരളത്തിൽ വല്ല പ്രശ്നമുണ്ടോ ബാക്കി? കേരളത്തിൽ വല്ല പ്രശ്നമുണ്ടോ ബാക്കി? ഈ ആദർശ കുഞ്ഞിരാമന്മാർ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെയും ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനല്ല കേരളം ചർച്ച ചെയ്യുന്നത്. ചെയ്തോട്ടെ, അത് വേറെ പ്രശ്നം. പക്ഷേ ഇവിടെ ഭൂമിയില്ലാത്തവന്റെ പ്രശ്നമുണ്ട്, ഇവിടെ പാത്രമില്ലാത്തവന്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളമില്ലാത്തവന്റെ പ്രശ്നമുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്നവന്റെ പ്രശ്നമുണ്ട്. ഒരു നേരത്തെ വകയില്ലാതെ രാജ്യത്ത് തൊഴിലില്ലാതെ 40 ലക്ഷം ചെറുപ്പക്കാർ കേരളത്തിൽ മാത്രമുണ്ട്. പ്രവാസികൾ, ആയിരക്കണക്കിന് പ്രവാസികൾ ഗൾഫ് ജീവിതം കൊണ്ട് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആ ആഭ്യന്തര വരുമാനം കൊണ്ട് കുട്ടയിക്കുന്നു നേതാക്കൾ. ഇന്ന് അവിടുത്തെ എന്താണ് ഒരു വലിയ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ വയനാട് ഞങ്ങൾ ഉടനെ പോകും, ഗൾഫിലേക്ക് പോകുമത്രേ. പാവങ്ങൾ 10,000 ഇന്ത്യൻ എംബസിയിൽ കുടുങ്ങിക്കിടക്കുക, ജയിലുകളിൽ കുടുങ്ങിക്കിടക്കുക, കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, മാറാവ്യാധികൾ പിടിപെട്ടിരിക്കുന്നു, പകർച്ചവ്യാധികൾ. ഇങ്ങനെ 10,000 ഈ രാജ്യത്തിന് സമ്പത്തുണ്ടാക്കി കൊടുത്ത വിദേശീയർ, സ്വദേശികളായ വിദേശീയർ, പ്രവാസികൾ അവർ നരകയാത്ര അനുഭവിക്കുമ്പോൾ സൗദി ഗവൺമെന്റ് തീരുമാനമൊക്കെ മാറ്റി 3 മാസം കഴിഞ്ഞിട്ട് ഇനി കൊടുക്കുന്നുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ പറയാ ഞങ്ങൾ ഉടനെ പോകും ഗൾഫിലേക്ക്. ഇവരെ സങ്കടം കാണാൻ അത്രേ. ഒരു ഫലപ്രദമായ സംവിധാനം ഒരുക്കിവിടൂ നിങ്ങൾ. ഇന്ന് ഒരു പ്രവാസിക്ക് ഫലപ്രദമായ ഒരു ക്ഷേമനിധി ഒരുക്കിയോ നിങ്ങൾ? ഇവരാണ് പറയുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, ഭയങ്കര പദ്ധതി വരുന്നു പോലും. കുടിവെള്ളം യോജിക്കും വന്നില്ല, പിന്നല്ലേ പദ്ധതി അല്ലേ? കേരളത്തിൽ ഇങ്ങനെ കേരള രാഷ്ട്രീയം ചുരുക്കി പറയാൻ സമയമില്ല. മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തെ ഒട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഭരിക്കുകയല്ല, ഇവർ തമ്മിലെടുക്കുകയാണ്, ഇവർ കണ്ടോടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് ഇതാണോ നമ്മൾ ആഗ്രഹിച്ച ഇന്ത്യ? ഈ ഇന്ത്യയാണോ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിച്ചത്? ഇനിയോ ഞാൻ വിടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. കാരണം നാറിയവനെ തൊട്ടാൽ തൊട്ടവനും മാറുമെന്നാണ്. അതുകൊണ്ട് ഇനി അവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വല്ലാതെ നാറും. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് വിടാം. ഇനി നമുക്ക് പിടിക്കാം ആരെ? മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം അല്ലേ? ആരുടെ ഈ പാട്ടെന്ന് അറിയാലോ അല്ലെ? സുന്ദരമായ പാട്ടുകളാണോ ഇന്ത്യയിലെ ജനങ്ങൾക്ക്? വിശക്കുന്നവന് പറഞ്ഞു കൊടുക്കുന്ന പാട്ടുകളാ. മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം അല്ലേ? കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഈ രാജ്യത്തിന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ, എറിഞ്ഞുടയ്ക്കപ്പെട്ടവന്റെ, ജീവിതം തകർക്കപ്പെട്ടവന്റെ വിമോചനത്തിന്റെ പടവാളുമായി പടവെട്ടാൻ പടക്കളത്തിൽ പടനയിച്ചവർ കമ്മ്യൂണിസം. 1840 ജന്മം കൊണ്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, 1840 ജന്മം കൊണ്ട് 48 ജന്മം കൊണ്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 97 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലാദ്യമായി ജനകീയ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നു. കേരളത്തിലെ CPM പറയുന്നത് കേരളത്തിലാണെന്നാ. എന്തൊരു ചരിത്രത്തിന് ഇത്ര മോശമാക്കാൻ ഇവരെ പോലെ മിടുക്കന്മാർ വേറെ വരാ?
കേരളത്തിലല്ല, ജനകീയ ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത് ഇറ്റലിയിലെ സാൻ മാരിനോയിലാണ്. 1945 ജനകീയ ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം 1983 രണ്ടാമത്തെ ഗവൺമെന്റ്, ജനകീയ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പിലുള്ള അധികാരത്തിൽ വന്ന ഗവൺമെന്റ് സൗത്ത് അമേരിക്കയിലെ ഗയാന എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യക്കാരനായ ഇന്ത്യൻ വംശജനായ അവിടുത്തെ പ്രധാനമന്ത്രി ഡോക്ടർ ചെട്ടി ജഗൻ. അതിനുശേഷം 57 കേരളത്തിൽ ജനകീയ ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത്. എങ്ങനെ വന്നു കമ്മ്യൂണിസം ഇന്ത്യയിൽ? 927 സാധാരണ ചരിത്രം. 920 താഷ്കന്റിൽ ചെന്ന് എം.എൻ. റോയി എന്ന് പറയുന്ന പാർട്ടി സഖാവ് ഏറ്റെടുത്തു കൊണ്ടുവന്ന കമ്മ്യൂണിസം. എം.എൻ. റോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകും, നമ്മൾ റോയി അറക്കലിന്റെ ബന്ധുവാണ്. ഒരിക്കലും അല്ല കേട്ടോ, അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല. അതാണ് പറയുന്നത്, കമ്മ്യൂണിസം ഇന്ത്യയിൽ പൂണൂൽ ധരിച്ചാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളുകാരൻ, അതാണ് എം.എൻ. റോയി. CPM-മാർക്ക് അറിയുമോ ഈ പേരെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചരിത്രം അന്വേഷിക്കണം. 920 ഇന്ത്യയിലേക്ക് താഷ്കന്റിൽ നിന്ന് പറിച്ചു നടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 937 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പിണറായിക്ക് തൊട്ടടുത്തുള്ള പാറപ്പുറത്ത് കേരളത്തിൽ ജന്മം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ, കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ജാതീയമായ അടിമത്തമായിരുന്നു രാജ്യത്തെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിശിഷ്യ കേരളത്തിൽ ജാതീയമായ അടിമത്തത്തിന് വിധേയമായി സാധാരണ ജനങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്ന ധീരനും ശക്തിയും ചെറുമനും കുഞ്ഞിയും ഈ രാജ്യത്തെ ദളിത് ജനകോടികൾ. ആ ജനകോടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടേ നല്ലൊരു ജീവിതം? നിങ്ങൾക്ക് വേണ്ടേ? അതാണ് ഭൂമിയുടെ രാഷ്ട്രീയം. ഭൂമിയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഭൂമിയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഭൂമിയുടെ രാഷ്ട്രീയം കളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മൊത്തം പ്രതിനിധികൾ പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ ഈ വയലേലകൾ നമ്മൾ കൊയ്യും വയലെല്ലാം അത് ആരുടേതാകും? നമ്മുടേതാകും. പൈങ്കിളി സ്വപ്നം കാണാൻ തുടങ്ങി. ഈ കൊയ്തു കൂട്ടുന്ന വയലുകൾ ഏനിന്റെ വയലാകുന്നത് എന്നാണാവോ? അല്ലേ? ഏനിന്റെ സ്വന്തമാകാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാടുവാഴി തമ്പുരാന്റെ അരമനയിലും ഇല്ലത്തും പണിയെടുത്ത് ക്ഷീണിച്ച ഈ രാജ്യത്തെ ദളിത് സഹോദരങ്ങൾ, ആദിവാസി സഹോദരങ്ങൾ, പിന്നാക്ക ജനകോടികൾ, അവർ സ്വപ്നം പറഞ്ഞു കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമോചനത്തിന്റെ സ്വപ്നം, വിമോചനത്തിന്റെ പുത്തൻ സ്വപ്നം, കൃഷി ഭൂമി കർഷകന് എന്ന സ്വപ്നം. ഇല്ലേ? കൃഷി ഭൂമി കർഷകൻ എന്ന സ്വപ്നം. സ്വന്തം പണി ചെയ്യുന്ന പാടങ്ങൾ മുതലാളിയിൽ നിന്നും തങ്ങളുടേതായി മാറുന്ന ഒരു സുന്ദരമായ നാളെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ, അടിസ്ഥാന ജനങ്ങളെ ഇടതുപക്ഷം അവർ പ്രതീക്ഷയർപ്പിച്ചു. അവർ വിമോചനം പ്രതീക്ഷിച്ചു. ഊണിലും ഉറക്കത്തിലും അവർ സ്വപ്നം കാണാൻ തുടങ്ങി. തങ്ങളുടെ വയലുകൾ, തങ്ങൾ കൃഷി ചെയ്ത ഭൂമി തങ്ങളുടേതാകുന്ന കാലം, തങ്ങൾക്ക് നല്ല വീടുള്ള കാലം, തങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുന്ന കാലം, തങ്ങൾക്ക് അധികാരങ്ങൾ കിട്ടുന്ന കാലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു കൊടുത്ത സ്വപ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സഖാക്കൾ ചീരന്റെയും ചക്കിയുടെയും ചെറുമന്റെയും കുഞ്ഞിയുടെയും വീടുകളിലേക്ക്, മാടങ്ങളിലേക്ക് കടന്നു ചെന്ന് പറഞ്ഞു കൊടുത്ത വിമോചനത്തിന്റെ പടപ്പാട്ടുകൾ, ആ പടപ്പാട്ടുകൾ ഏറ്റുചൊല്ലി അവർ ഏറ്റുപിടിച്ചു. ചെങ്കൊടി ഇൻകുലാബ് സിന്ദാബാദ് അവർ വിളിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞുകൊണ്ടവർ നടന്നു കയറി പുന്നപ്പറയുടെ യുദ്ധഭൂമിയിലേക്ക്, കരിവള്ളൂരിന്റെ യുദ്ധഭൂമിയിലേക്ക്, വയലാറിന്റെ യുദ്ധഭൂമിയിലേക്ക് അവർ നടന്നു കയറി വയലേലകൾ സ്വന്തമാക്കാൻ, കൃഷിഭൂമികൾ സ്വന്തമാക്കാൻ. അങ്ങനെ ഏനിന്റെ പാർട്ടി അധികാരത്തിൽ കയറി. ചുരുക്കി പറയുകയാണ് ഞാൻ, 987 വിമോചനം പറഞ്ഞു തന്ന പാർട്ടി അധികാരത്തിൽ കയറി. ഏനിന് ഭൂമി കിട്ടാൻ പോകുന്നു, ഏനിന് വയല് കിട്ടാൻ പോകുന്നു, ഏനിന് വീട് കിട്ടാൻ പോകുന്നു. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു പാവങ്ങൾ. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നെല്ലറ ഏതാ? കുട്ടനാടാണ്. കുട്ടനാടൻ നെല്ലറ.
ഇന്നലകളിൽ നമ്മുടെ കൊയ്യും വയലെല്ലാം നമ്മുടെ നാട് പൈങ്കിളിയെ എന്ന് പാടി ഇടതുപക്ഷം മാറിയും തിരിഞ്ഞും കേരളത്തിൽ പലപ്പോഴായി ഭരിച്ചു. ആ ഇടതുപക്ഷം അധികാരത്തിൽ ഒഴിഞ്ഞു പോയിട്ട് 2 വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോൾ പാർട്ടിയുടെ ചെങ്കൊടി പിടിക്കുന്ന ദളിതനായ സഹോദര, ആദിവാസി സഹോദര, പിന്നോക്കക്കാരന്റെ സഹോദര, നിനക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പാർട്ടി കമ്മിറ്റികളിൽ നിന്റെ സ്വന്തം നേതാവിനോട് ചോദിക്കണം, കുട്ടനാടൻ വയലേല ഈ രാജ്യത്തിന് പാവപ്പെട്ടവന് സ്വന്തമായോ? കുട്ടനാടൻ വയലേല കിട്ടിയോ? കുട്ടനാട് ഒരു വയല് പോലും ഈ രാജ്യത്തെ പാവപ്പെട്ടവന് കിട്ടിയില്ല. രണ്ടാമത്തെ നിലറ ഏതാ? പാലക്കാടാ അല്ലേ? പാലക്കാടിന്റെ ഒരു വയലേലകളും ഈ രാജ്യത്തെ ചെറുമനും ചട്ടിക്കും ചീരനും കുഞ്ഞിക്കും കിട്ടിയില്ല. അവന്റെ ജീവിതം ഇന്നും കുടിലിൽ തന്നെ. അവന്റെ സ്വപ്നങ്ങൾ പൊട്ടിത്തെറിച്ചു പോയി. ആരാ ഉത്തരവാദി? ഇടതുപക്ഷം. 987 വിപ്ലവകരമായ ബില്ല് കൊണ്ടുവന്നു. കാർഷിക ബില്ല് ഇല്ലേ? കാർഷിക പരിഷ്കരണ ബില്ല് കൊണ്ടുവന്നു. അപ്പൊ പ്രതീക്ഷിച്ചു ഏനിന്റെ പാർട്ടി ഭൂമി പിടിച്ചെടുത്ത് തരാൻ പോകുന്നു ഇല്ലേ? 2 വർഷം 987 ആ സ്വപ്നം അവസാനിച്ചു. അപ്പോഴും 987 ലാൻഡ് ബോർഡിൽ സർവേ നടന്നു. അന്ന് 25 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ മിച്ചഭൂമിയായും പാട്ടഭൂമിയായും ഉണ്ട് എന്ന് കണ്ടെത്തി. അപ്പം വിചാരിച്ചു നമുക്ക് ഭൂമി കിട്ടാൻ പോകുന്നു. ആദിവാസി വിചാരിച്ചു 5 ഏക്കർ കിട്ടും. ദളിതൻ വിചാരിച്ചു 10 ഏക്കർ കിട്ടും. പിന്നോക്കക്കാരൻ വിളിച്ചു എനിക്ക് 5 ഏക്കർ കിട്ടും. ആർക്കും ഒരു ചുക്കും കിട്ടിയില്ല അല്ലേ? എന്ത് കിട്ടി? 2 സെന്റ് കിട്ടി. എപ്പോ കിട്ടി? 969 വീണ്ടും അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 970കളിൽ ഭൂപരിഷ്കരണ നിയമമെന്ന ബില്ല് പൂർവ്വകാല പ്രാബല്യത്തോടെ 964 പ്രാബല്യത്തിലൂടെ രൂപം കൊടുത്തു. അപ്പോഴും വിചാരിച്ചു കേരളത്തിൽ മിച്ചഭൂമിയും പാട്ടഭൂമിയും ഏറിന് വരാൻ പോകുന്നു. സ്വന്തം ഭൂമി, തങ്ങൾ സ്വപ്നം കണ്ട ഭൂമി, തങ്ങൾ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പക്ഷേ ഇന്ന് പരിശോധിച്ചാൽ പ്രകാശ് കാരാട്ട് എന്ന CPM-ന്റെ പ്രിയ സഖാവിന്റെ നാട് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി പഞ്ചായത്ത്. ആ ഇലപ്പുള്ളി പഞ്ചായത്തിൽ ചെന്നിട്ട് പ്രകാശ് കാരാട്ടിന്റെ സ്വന്തക്കാർക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. സ്വന്തക്കാർക്ക് 980 ഏക്കർ ഭൂമി. ഇന്ന് പാലക്കാട് ജില്ലയിൽ പാർട്ടി തൊഴിലാളി സഖാവ് പ്രകാശ് കാരാട്ട് എന്ന ബ്രാഹ്മണപുത്രന്റെ ബന്ധുക്കൾക്ക് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി പഞ്ചായത്തിൽ 980 ഏക്കർ ഉണ്ടെങ്കിൽ ചെങ്ങറയിൽ ഭൂസമരം, ചിന്നക്കനാൽ ഭൂസമരം. പ്രിയരെ, ഒരു കൊണ്ട് ഭൂമി തരുമോ? ഞങ്ങൾക്ക് കിടക്കാൻ ഒരു കൊണ്ട് ഭൂമി തരുമോ? ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി മൂന്നാവശ്യത്തിനാണ്. കൃഷി ചെയ്യാൻ, പാർപ്പിടത്തിന്, വ്യവസായം ചെയ്യാൻ ഞങ്ങൾക്ക് ഭൂമി തരുമോ? ഇപ്പോൾ നടക്കുന്നു. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയ്ക്കടുത്തുള്ള കൊച്ചരിപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് തങ്ങൾ മുസ്ലിംകാരിൽ നിന്നും പിടിച്ചെടുത്ത 890 ഏക്കർ ഭൂമിയിൽ ഭൂസമരം നടക്കുന്നു. 960 മന്ത്രികൾ രാമപയ്യൻ ദളിത് നേതാവിന്റെ നേതൃത്വത്തിൽ ഇല്ലേ? ഇന്നും സമരം നടക്കുന്നു ഒരു തുള്ളി ഭൂമിക്ക് വേണ്ടി. 9,35,837 ഏക്കർ ഭൂമി സർക്കാരിന്റെ 1972 പാട്ടക്കരാർ അനുസരിച്ചുള്ള കണക്കാണത്. ആ ഭൂമി അസ്ഥിരപ്പെട്ട പാട്ടക്കരാറിൽ കേരളത്തിലെ മുതലാളിമാർ, സ്വദേശിയും വിദേശിയുമായ മുതലാളിമാർ കൈയടക്കി വെച്ചിരിക്കുന്നു എങ്കിൽ ഇവിടെ ആദിവാസിക്ക് ഭൂമി കിട്ടിയില്ല, ദളിതന് ഭൂമി കിട്ടിയില്ല. ആരാണ് ഉത്തരവാദികൾ? ഒന്നാമത്തെ ഉത്തരവാദികൾ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിൽ രണ്ടാമത്തെ ഉത്തരവാദികൾ ദളിതനെയും ആദിവാസികളെയും പിന്നോക്കക്കാരനെയും പറഞ്ഞു പറ്റിച്ച ഇടതുപക്ഷക്കാരനല്ലേ? 2 സെന്റും 3 സെന്റും കൊടുത്ത് ആദിവാസിയുടെ സ്വപ്നത്തിന് ഒരു കല്ലെടുത്തിട്ട് 32,000 കോളനികളിലേക്ക്, ലക്ഷം വീടുകളിലേക്കും ഒപ്പം കോളനികളിലേക്കും പൊതുസമൂഹത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി ഇടതുപക്ഷം. ആരോടാണ് സമരം ചെയ്യേണ്ടത്? ദളിതുകൾ, പിന്നോക്കക്കാർ. അയ്യൂരിന്റെ വീരഹിത്യം പറഞ്ഞ്, കരിവള്ളൂരിന്റെ വീരോതിഹാസം പറഞ്ഞ്, വയലാറിന്റെ പുന്നപ്പുഴയുടെ ഒൻസിയത്തിന്റെ ഏഴാമയുടെ ചരിത്രങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ വഞ്ചിച്ച ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷം ഭരിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നാടകം നടത്തി. ഭൂസമരം അല്ലേ? ഭൂസമരം നടത്തി. ഇടതുപക്ഷത്തിന്റെ ഐതിഹാസികമായ ഭൂസമരം. പണ്ട് 947 സ്വാതന്ത്ര്യത്തിന്റെ കരാർ ഒപ്പിട്ടത് മൗണ്ടബാറ്റൻ പ്രഭുവുമായിട്ട് രാത്രിയായിരുന്നു എങ്കിൽ
ഇടതുപക്ഷത്തിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ ഗവൺമെന്റും കൂടി എന്ത് ചെയ്തു? രാത്രി ഒരു കരാറുണ്ടാക്കി. ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, പ്രിയ നേതാവെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ സമരമൊന്നും പഴയതുപോലെ വിജയിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും പറയണം, ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞു. എന്താ കാര്യം? SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന അഭിനവ പാർട്ടി നൂറുകണക്കിന് ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പാലക്കാട് കോട്ട മൈതാനിയിൽ രണ്ടാം ഭൂസമരം പ്രഖ്യാപിച്ചതാണ് CPM-നെ ഹാജരാക്കിയത്. SDPIയുടെ സമരം ഹൈജാക്ക് ചെയ്യാൻ ഭൂസമരം പ്രഖ്യാപിച്ച CPM കേരളത്തിൽ സമരം ആരംഭിച്ചു. CPM-ന്റെ പ്രിയ നേതാക്കളെ, നിങ്ങൾ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അഭ്യർത്ഥന, നിങ്ങൾ മൈക്ക് കെട്ടി മറുപടി പറയണം. കാക്കയുടെ ഭൂമിയിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്തോ? ഹാരിസൺ മുളയുടെ ഭൂമിയിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്തോ? AV ജോർജ് ആൻഡ് കമ്പനിയുടെ ഭൂമി 29,000 ഏക്കർ, കാക്കയുടെ ഭൂമി 75,000 ഏക്കർ, ഹാരിസൺ മുളയുടെ ഭൂമി 65,000 ഏക്കർ. ഈ ഭൂമികളിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്തോ? എന്തുകൊണ്ട് ചെയ്തില്ല? ചെയ്താൽ ദേശാഭിമാനിയുടെ പേരിൽ കെട്ടിയിരിക്കുന്ന കെട്ടിടം ടാറ്റ പൊളിക്കും. അതാണ് കാര്യം, അല്ലേ? പാർട്ടി ഫണ്ട് കുറയും. അതുകൊണ്ട് ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ ഭൂമിയിലേക്ക് മാർച്ച് ചെയ്തില്ല CPM. അവസാനം രാത്രി രാഷ്ട്രീയ നാടകം നടത്തി. ഭൂസമരത്തിൽ നിന്നും CPM തടിയൂരി. ഇത് ഇടതുപക്ഷത്തിന്റെ ഭൂമി രാഷ്ട്രീയം. ഇടതുപക്ഷത്തിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, അല്ലേ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ കൊച്ചു മുഖത്ത് സ്വന്തം സോഷ്യലിസം നടപ്പിലാക്കി കാണാൻ സ്വപ്നം കണ്ട TP ചന്ദ്രശേഖരന്റെ മുഖത്ത് മാത്രം 51 വെട്ടുവെട്ടിയ നിഷ്ഠൂരങ്ങൾ, ഇല്ലേ? അവർ കൊണ്ടോ മൗദരി എന്ന് പറയുന്ന പണ്ഡിതനെ കർണാടകയിലെ വർഗീയ ഭ്രാന്തന്മാർക്ക് എറിഞ്ഞു കൊടുക്കാൻ നാണം, ഇല്ലേ? അബ്ദുൽ നാസർ മാദരി എന്ന് പറയുന്ന പണ്ഡിതനെ 997 പിടിച്ചു കൊടുത്ത CPM തിരിച്ചു വന്നപ്പോൾ സ്വീകരണം ഒരുക്കിയത് CPM. ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിൽ അബ്ദുൽ നാസർ മാദരി എന്ന് പറയുന്ന പണ്ഡിതനെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ കൊണ്ടു നടന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തതിനു ശേഷം കർണാടകയിലെ ജാതിപിശാചികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതിലൂടെ മാദരിയെ കൂട്ടുപിടിച്ചതിന്റെ വിഷമം ഈ സംസ്ഥാനത്തെ ഹിന്ദു സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് കരുതി കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ഇടതുപക്ഷം, അതേ ഇടതുപക്ഷം തന്നെ വീണ്ടും തന്റെ മകളുടെ കല്യാണത്തിനായി ജാമ്യത്തിൽ കിട്ടി വന്ന മാദരിയുടെ വലത്തെ സൈഡിൽ പിണറായി സഖാവ്. എന്തൊരു നാണമില്ലായ്മയാണ്, അല്ലേ? നിങ്ങൾക്ക് എന്തു പറ്റി? ഇതാണോ മാർക്സിന്റെ സിദ്ധാന്തം? ഇതാണോ ലെനിന്റെ സിദ്ധാന്തം? ഇതാണോ കമ്മ്യൂണിസം? ഇല്ലേ? ഒറ്റുകൊടുക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പെപ്പട്ടിയാക്കുക, എന്നിട്ട് തെരുവിൽ തല്ലിക്കൊല്ലുക, എന്നിട്ട് തീവ്രവാദത്തിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം സംസാരം. ദളിതുകൾ സംഘടിച്ചാൽ ദളിത് തീവ്രവാദം, മുസ്ലിമീങ്ങൾ സംഘടിച്ചാൽ മുസ്ലിം തീവ്രവാദം. VS അച്യുതാനന്ദൻ പറയുന്നത് കേരളത്തിൽ വരാൻ പോകുന്ന 20 വർഷത്തിനിടയിൽ കേരളത്തിൽ മുസ്ലിം രാജ്യമാകാൻ പോകുന്നു അത്രേ. അച്യുതാനന്ദൻ സഖാവിന്റെ കമന്റ്, അല്ലേ? കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ മാർച്ച് വാങ്ങി ജയിച്ചാൽ അവർ കുഞ്ഞാലിക്കുട്ടിയുടെ സന്തതികളായി പോകുമത്രേ. ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ നയനിലപാടുകൾ കേരളത്തിലെ പ്രതിപക്ഷമുണ്ടോ സഹോദരങ്ങളെ? ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ SDPക്കാരൻ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ട്, സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്, ഇതാണ് നമ്മുടെ പൂർവികരായ ആളുകൾ കാണിച്ചെന്ന മാതൃക. നമ്മുടെ ഇടയിൽ ജാതിയില്ല, നമ്മുടെ ഇടയിൽ മതമില്ല, നമ്മുടെ ഇടയിൽ വർഗവും വർണ്ണവുമില്ല, നമ്മുടെ ഇടയിൽ ലിംഗവ്യത്യാസമില്ല. കുടിക്കുക വെള്ളം, ഇത് നാലെണ്ണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്കുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് ഷാജഹാന്റെ കൈവടക്കം കരമടക്കമുള്ള ആളുകൾ തെരുവിൽ വെള്ളം വിതരണം ചെയ്യുമ്പോൾ തലമാറ്റുക പ്രതിപക്ഷമേ, CPM-നെ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ പ്രതിപക്ഷമായിട്ടിരിക്കാൻ? ഒരു ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ട് മിണ്ടിയില്ല, എന്നിട്ട് ഭൂമിയുടെ രാഷ്ട്രീയം കളിക്കുന്നു ഇവർ. ഞാൻ ചോദിക്കട്ടെ, 25 ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് ഇവിടുത്തെ ആദിവാസിക്കും വെള്ളുതനം കൊടുത്താൽ ഇവിടെ നിന്ന് കൃഷി നടക്കും, ഇല്ലേ? കൃഷിഭൂമിയിൽ പാവയ്ക്ക വിളയും, വെണ്ടയ്ക്ക വിളയും, നെല്ല് വിളയും, കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയും. നമുക്ക് ആന്ധ്രയിൽ അരി
വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല, തമിഴ്നാട്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല. യഥേഷ്ടം ഭൂമി കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ഭൂമിയിൽ മണ്ണിന്റെ മക്കൾക്ക് പിടിച്ചെടുത്ത് വിട്ടുകൊടുത്താൽ, അവർ കൃഷി ചെയ്താൽ കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താം, കേരളത്തിന്റെ ഭക്ഷ്യലഭ്യതക്കുറവിന് പരിഹാരം കാണാം. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഇവർ മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ട് ഇപ്പോഴും പറയുക അവനവന് വേണ്ടിയല്ലാതെ അവരും